സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ക്യൂട്ട് അക്വാറിയം ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ പഴയ വീഡിയോ ലൈക്ക് ചെയ്തവരെ നന്ദിയുണ്ട് ഗൈസ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒട്ടും വായിപ്പിക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫിഷ് ടാങ്ക്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് സാൻഡാണ് ഇടാൻ പോകുന്നത്. ഈ സാൻഡൊക്കെ എവിടെ നിന്നാണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൻ്റെ താഴെ തന്നെ ഒരു അരുവിയുണ്ട്. ആ അരുവിൻ്റെ സ്ഥലത്തു നിന്നാണ് ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ബ്ലാക്ക് സാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ അരുവിയിൽ നിന്ന് എടുത്ത സാൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അരുവിയിൽ നിന്ന് എടുത്ത സാൻഡ്. അപ്പോൾ നമുക്ക് ഈ സാൻഡാണ് അതിലേക്ക് ഇടാനുള്ളത്, നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക്. ഇത് ഓൾവേസ് തീർന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ സൈഡിലോട്ടും കുറച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ്, ദേവം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫിഷ് ടാങ്ക് ചെയ്യാൻ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. പിന്നെ ഭയങ്കര ദേഷ്യക്കാരനാണ്, എല്ലാത്തിനും കരയും. എന്നെ കുറിച്ച് പറയണ്ടായിരുന്നു, ഞാനും കരയും. കണ്ണിലൊക്കെ മാറ്റി തരും. ഇതാണ് നടപ്പ്. അങ്ങോട്ടോടി എന്താന്ന് വെച്ചാൽ എൻ്റെ മദർ അവന് പാലും ബിസ്ക്കറ്റും അവൻ ഈ ഇടയിലോട്ട് കുടിക്കും. പാല് മാത്രമേ അവൻ കഴിക്കൂ, അത് വേറെ ഒന്നും കഴിക്കില്ല. പാല് ഒരു ദിവസം 2 തവണയെങ്കിലും അവൻ പാല് കുടിക്കും. 2 അല്ല 3 തവണയെങ്കിലും അവൻ പാല് കുടിക്കും. അപ്പോൾ ഗൈസ്, ഇതൊരു സീഡാണ്. നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഈ വെള്ളമൊക്കെ ഒഴിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഒന്നുകൂടെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഈ സീഡ് ഇട്ടാൽ നമ്മൾ ഭംഗിയായിട്ട് അടിയിലൊക്കെ ഇരിക്കുക. അതിനാണ് നമ്മൾ ഈ സീഡ് ഇടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സീഡ് ഇട്ട് കൊടുക്കുക. ഇവിടെ വന്ന് എത്തി നോക്കരുത്, കഴുത്തൊക്കെ അരച്ചു പോകും. പിന്നെ നിങ്ങൾ കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അറ്റൊക്കെ കയറിയിട്ട് നമ്മൾ തലയൊക്കെ ഒരഞ്ഞിട്ട് 3 സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് ഈ സീഡ് ഇട്ട് കൊടുക്കാം. ഈ ഗ്രാന്യൂൾസ് ഈ സീഡിൻ്റെ അപ്പിലായിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോണേ, എന്നാലും നമ്മൾ ആ ചെടി പൊടിച്ച് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വണ്ടിയിൽ എന്നും സ്പ്രേ ഉണ്ട്, ബോട്ടിലെ സ്പ്രേ വണ്ടിയിൽ വെച്ചിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യണം, വാട്ടർ. അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ഇട്ടത് ഗ്രാന്യൂൾസ്, നനഞ്ഞ ഗ്രാന്യൂൾസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്ന സാൻഡ് ഗ്രാന്യൂൾസ് ആണ്. അത് നനയാത്തതാണ് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ പുറത്തൂടെ ഇടാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള വൈറ്റ് സാൻഡാണ്. അപ്പോൾ ഇവന് നേരത്തെ എന്തോ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നായിരുന്നു. ഇത് നമുക്ക് ഇതിലേക്ക്, ഇത് പായലാണ്, ഇത് നമ്മളെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് ടാങ്കിൽ വെക്കണ്ടേ, ഫിഷ് ടാങ്കിൽ ഭംഗി വരാൻ വയ്ക്കാനാണ് ഈ കുഞ്ഞു കുഞ്ഞ് പായലും ഈ പ്ലാന്റും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് സാൻഡ് വൈറ്റ് സാൻഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ കടലിൻ്റെ
മണ്ണ് പോലെ ഇരിക്കുന്നു ഗൈസ്. ഭയങ്കര അപ്പം നമ്മൾ വൈറ്റ് സാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ വാട്ടർഫാൾസിൻ്റെ വേണ്ടി നമ്മൾ പമ്പ് വെച്ച് കൊടുക്കണ്ടേ. പമ്പ് വെച്ചാൽ വെള്ളം പോകും. ഇപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് ഇരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോൺസ് ആണ്. സ്റ്റോൺസ് അപ്പായിട്ടാണ് വെക്കേണ്ട. എനിക്കില്ല കാര്യം. ഓക്കെ, ഇത്രയും വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പഞ്ഞിയുടെ ഇടയിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും സ്റ്റോൺസ് വച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും എടുക്കാം. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ വെച്ച്. ആദ്യം ഇത് കുറച്ചൊക്കെ മറിഞ്ഞു വീണ്, പിന്നെ ഒന്നേന്ന് ചെയ്ത് അങ്ങനെ അവസാനം ഇത്രയും ആക്കി എടുത്തു. ഗൈസ് നമ്മൾ ആദ്യം എടുത്തത് സൗണ്ട് ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി. ചില സമയം ഞാൻ ഒരു പ്രാവശ്യം മൈക്കൊന്ന് ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ സൗണ്ടിനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ഡബ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഒരു ദിവസം ഈ കല്ലൊക്കെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ഒരു ദിവസം വച്ചിരുന്നു. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ അടുത്ത ദിവസമായപ്പം ഇവിടെയൊക്കെ നമ്മൾ ചെടിയൊക്കെ വെച്ചു കൊടുത്ത്, ട്രീസ് വെച്ചു കൊടുത്ത്, സാൻഡ്സ് ട്രീൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചെടീസൊക്കെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. നമ്മൾ ബാക്കിലൊക്കെ ട്രീൻ്റെ ബാക്കിലൊക്കെ ചെടി വെച്ച് കൊടുത്തു. പിന്നെ അങ്ങനെ കുറേ പരിപാടി ചെയ്ത് കൊടുത്തു. ഈ സ്റ്റോൺസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ ചെടി വെച്ച് കൊടുത്തു. കുഞ്ഞു കുഞ്ഞു ചെടിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഈ മരത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് ചെടി വെച്ച് കൊടുത്തു. പിന്നെ മരത്തിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പായലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പായൽ നമ്മൾ താഴെ നമ്മളെ വീട്ടിൻ്റെ താഴെ ഒരു അരുവിയുണ്ട്. അരുവിയിൽ നിന്ന് എടുത്തതാണ്. നല്ല ഭംഗിയാണ് ഗൈസ് അത് വെച്ചപ്പം. അപ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് വലിയ ചെടിയൊക്കെ വെച്ച് കൊടുത്തു. ആദ്യം നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു വെച്ച് നാത്ത്. പിന്നെ നമ്മൾ കോട്ടൺ വെച്ചിട്ട് ഗമ്മ് ഒഴിച്ചിട്ടായിരുന്നു നമ്മൾ ഒട്ടിച്ച് വെച്ചത്. പിന്നെയാണ് അതിൻ്റെ പുറത്തൂടെ, ഈ ചിരട്ടയുടെ പുറത്തൂടെ ആയിരുന്നു നമ്മൾ ഈ പാലിട്ട് കൊടുത്തത്. അതേപോലെ തന്നെയായിരുന്നു അടുത്ത മരവും നമ്മൾ ചെയ്തെടുത്തത്. അത് കുറച്ച് കുഞ്ഞു മരമാണ് നമ്മൾ വെട്ടിയത്. അതുകൊണ്ട് കുഞ്ഞായിപ്പോയെന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, എന്നാലും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മരത്തിൻ്റെ രണ്ട് സൈഡിലെ സപ്പോർട്ട് വേണ്ടി നമ്മൾ 2 മീഡിയം സൈസിലെയും ഒരു ബിഗ് സൈസിലെയും സ്റ്റോൺ വെച്ച് കൊടുത്തായിരുന്നു. 2 സൈഡിലും അതേപോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് മറ്റേ മണ്ണ് വെച്ച് കവർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെച്ചായിരുന്നു. പിന്നെ ഈ മരത്തിൻ്റെ താഴെയൊക്കെ നമ്മൾ ചെടി വെച്ചായിരുന്നു. വളർന്നു വന്നിട്ടേ നമ്മൾ ഈ വാട്ടർഫാൾസ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.